നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിലും ഒട്ടും വർക്കൗട്ട് ചെയ്യാത്ത ഒരാളാണെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും ഉള്ള ഇപ്പോൾ ഏറ്റവും വലിയൊരു ഡെഫിഷ്യൻസിയാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. ഇത് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം മിക്ക ആളുകൾക്കും ഉണ്ട്. നിങ്ങളെ കാണാൻ നല്ല ഷേപ്പ് ആയിരിക്കും, നല്ല പക്ക മസ്കുലർ ബോഡി ആയിരിക്കും, നല്ല ഫിറ്റ് ആയിട്ടുള്ള ബോഡി ആയിരിക്കും നിങ്ങൾക്ക്. പക്ഷെ നിങ്ങൾ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ വൈറ്റമിൻ ഡി ലെവൽസ് വളരെ കുറവായിരിക്കും. സത്യത്തിൽ ഇതാരും ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാം ഇതിനെ വളരെ നിസ്സാരമായിട്ട് അങ്ങ് വിടും. നമ്മളെല്ലാം ജിമ്മിൽ നന്നായിട്ട് പോകുന്നതല്ല, നമ്മൾ ഷുഗർ ഒന്നും കഴിക്കുന്നില്ല, അധികം ഫാറ്റും അധികം ഒന്നും നമ്മളല്ല ഡയറ്റൊക്കെ നോക്കിയ ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുമുണ്ട്. എന്നാലും നിങ്ങളുടെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ചിലപ്പം വളരെ കുറവായിരിക്കും. വളരെ കുറവെന്ന് വെച്ചാൽ വളരെ കുറവായിരിക്കും. ഇത് എനിക്ക് പേഴ്സണലായിട്ട് സംഭവിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്കറിയാൻ സാധിച്ചത് എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്ന്. എനിക്ക് വേണ്ട വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ലെവൽ 24 ആയിരുന്നു, പക്ഷേ എനിക്ക് 12.5 ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത്ര വരെ എനിക്ക് കുറവായിരുന്നു. ഇത് എനിക്ക് മാത്രമുള്ള പ്രശ്നമല്ല, എൻ്റെ ജിമ്മിലും പിന്നെ മറ്റ് ആളുകൾക്ക് ഞാൻ സംസാരിച്ചതിൽ എനിക്ക് അറിയാൻ സാധിച്ചത് മിക്ക ആളുകൾക്കും ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് സത്യത്തിൽ. ഇനി നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫാറ്റിഗ് ആൻഡ് ലോ എനർജി. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഉറക്കമൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും, നിങ്ങൾ നന്നായിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ലെവൽ കുറയാനായിട്ട് സത്യത്തിൽ ഒരു സാധ്യതയും കാണത്തില്ല. പക്ഷെ എന്നാൽ നിങ്ങൾക്ക് ദിവസം മൊത്തം ചിലപ്പോൾ ഭയങ്കര എനർജി ലെവൽസ് ഭയങ്കര കുറഞ്ഞ പോലെ വന്നു. ചിലപ്പോൾ ഉച്ചവരെയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് എനർജി വന്നു, പിന്നീട് നിങ്ങൾക്ക് വലുതായിട്ട് എനർജി ഒന്നും തോന്നത്തില്ല, എങ്ങനെയെങ്കിലും വന്ന് കിടന്നാൽ മതി, ആ ഒരു ഫീലായിരിക്കും നിങ്ങൾക്ക്. ഇതിന് മെയിൻ കാരണം ചിലപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആവാം. പിന്നെ രണ്ടാമത്തെ മെയിൻ ഡെഫിഷ്യൻസിയാണ് നമ്മുടെ ബോൺ പെയിനും അത് നന്നായിട്ട് വീക്കാകുന്നത്. നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ സത്യത്തിൽ അത് കാൽസ്യം അബ്സോർബ് ചെയ്യാൻ സഹായിക്കും. വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ ഈ കാൽസ്യം അബ്സോർപ്ഷൻ വളരെ കുറച്ചേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ബോണിൻ്റെ സ്ട്രെങ്ത് ഒക്കെ പോകും, നമ്മുടെ ബോൺ ഭയങ്കര വീക്കായിട്ട് തോന്നും. ചിലപ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ചെയ്യാത്ത ആളാണെങ്കിൽ ചിലപ്പോൾ നല്ല ബോൺ പെയിനൊക്കെ നിങ്ങൾക്ക് തോന്നും. പിന്നെ മൂന്നാമത്തെ മെയിൻ സിംറ്റംസ് ആണ് മസിൽ പെയിൻ. ഈ മസിൽ പെയിൻ സത്യത്തിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പം രണ്ടാമത്തെ ദിവസം ആദ്യത്തെ ദിവസമൊക്കെ നിങ്ങൾക്ക് നല്ല പെയിൻ ആയിരിക്കും ഈ ബിഗിനർ ലെവലിൽ ചെയ്യുന്ന ആളുകൾക്ക്. പക്ഷേ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ ബിഗിനർ അല്ല ഇന്റർമീഡിയറ്റ് ആണെങ്കിലും അഡ്വാൻസ്ഡ് ലെവലിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ മസിൽ പെയിൻ ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇട്ട വെയിറ്റ് തന്നെയായിരിക്കും ഈ ആഴ്ച ഇട്ട് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ആഴ്ച വെയിറ്റ് കൂടാണ്ട് അതേ വെയിറ്റ് തന്നെ ചെയ്താലും നിങ്ങൾക്ക് പെയിൻ തോന്നും. സത്യത്തിൽ വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ സത്യത്തിൽ നിങ്ങൾ ബിഗിനർ ലെവലിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മസിൽ പെയിൻ വരും, പിന്നീട് ആ പെയിൻ വരില്ല. സത്യത്തിൽ അതേ വെയിറ്റിൽ തന്നെ ചെയ്യുമ്പോൾ പിന്നീട് ആ പെയിൻ നിങ്ങൾക്ക് വരാൻ സാധ്യത കുറവാണ്. പക്ഷെ എന്നിട്ട് നിങ്ങൾക്ക് ആ പെയിൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോഡിയിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ട്. പിന്നെ അടുത്ത സിംറ്റമാണ് നിങ്ങൾക്ക് ഈ ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻ ഒക്കെ വരുന്നത്. എപ്പോഴും മിക്കപ്പോഴും നിങ്ങൾക്ക് ഇപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര തുമ്മലും ഭയങ്കര അലർജിക്കായിട്ടൊക്കെ തോന്നും. എന്തെങ്കിലും പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ വീണ്ടും ഈ അസുഖം വന്നുകൊണ്ടിരിക്കും. അതിനും കാരണം നിങ്ങൾക്ക് ഈ ബോഡിയിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആവുന്നതുകൊണ്ടാണ്. പിന്നെ അടുത്ത മെയിൻ സിംറ്റമാണ് ഹെയർ ലോസ്. നിങ്ങൾക്ക് നല്ല മുടി ഉണ്ടായിരുന്ന ഒരാളായിരിക്കും, ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുമ്പം ഇത് ലോങ് ടൈം പ്രോസസ്സിലായിരിക്കും പോകുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ അറിയത്തില്ല, പെട്ടെന്ന് പതുക്കെ ഹെയർ ലോസ് ഉണ്ടായിട്ട് പെട്ടെന്നായിരിക്കും ഹെയർ ലോസ് വീണ്ടും നല്ല ഫാസ്റ്റായിട്ട് നടന്ന് പെട്ടെന്ന് മുടി പോകുന്നു. അപ്പോഴായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എനിക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്, എനിക്ക് എനർജി ലോസ് ഒക്കെ വരുന്നു, പെട്ടെന്ന് മുടി പോകുന്നു. അപ്പോഴായിരിക്കും നിങ്ങൾ ഡോക്ടറെ പോയി കാണുന്നതും പെട്ടെന്ന് ഈ ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്നതും. അപ്പോഴായിരിക്കും നിങ്ങൾ അറിയുന്നത് നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്ന്. സത്യത്തിൽ ഇതൊക്കെയാണ് മെയിൻ സിംറ്റംസ് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരാൻ. പിന്നെ നമ്മളിത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ലോങ് ടേം ആയിട്ടുള്ള പ്രോബ്ലംസ് വേറെ ഉണ്ട്. നമുക്ക് ഡയബറ്റീസും നമുക്ക് കാർഡിയോവാസ്കുലർ ആയിട്ടുള്ള ഡിസീസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇതേ പറയത്തുള്ളൂ, ഇപ്പോൾ ജിമ്മിൽ പോകുന്ന ഒരാളാണെങ്കിലും ജിമ്മിൽ പോകാത്ത ഒരാളാണെങ്കിലും 6 മാസം കൂടുമ്പോൾ നിങ്ങൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. ഏറ്റവും നല്ലതായിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നത് അറിയാൻ സാധിക്കും. പിന്നെ അതുമാത്രമല്ല, ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണെങ്കിൽ ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് സൺലൈറ്റ് കിട്ടുന്നത് വളരെ കുറവാണ്. നമ്മൾ ബിൽഡിങ്സിൻ്റെ അകത്തൊക്കെ ഇരുന്നാൽ നമ്മൾ വർക്ക് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഈ മാക്സിമം നിങ്ങൾ രാവിലെയുള്ള അല്ലെങ്കിൽ വൈകിട്ടുള്ള സമയങ്ങളിൽ സൺലൈറ്റ് കൊള്ളാൻ നോക്കുക. ഈ സൺലൈറ്റിലൂടെ നമുക്ക് കുറേ വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ കിട്ടുകയും ചെയ്യും. അങ്ങനെ കുറേ പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാം. ഇപ്പം നിങ്ങൾക്ക് അതും ഒരു ചോയ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ടാബ്ലറ്റ്സ് മേടിക്കുക. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഇപ്പോഴത്തെ കാലത്ത് സൺലൈറ്റിൽ പോയി നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നത് നമുക്ക് ടൈം വളരെ കുറവായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ ജനറേഷനിൽ അങ്ങനെ ആരും സൺലൈറ്റിൽ എക്സ്പോസ് ആവുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്ത് അതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ടാബ്ലറ്റ് എടുക്കുമ്പോൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് എടുക്കണം. ഇന്ന ടാബ്ലറ്റ് ബ്രാൻഡൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ടാബ്ലറ്റ്സ്. പിന്നെ ഈ വൈറ്റമിൻ ഡി നിങ്ങൾക്ക് നല്ല ഫുഡിൽ നിന്നും കിട്ടും. ഇപ്പം മുട്ടയുടെ മഞ്ഞയാണെങ്കിലും നല്ല ഓയിലി ഫിഷൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നല്ല
ഡയറി പ്രോഡക്റ്റ്സ് ആണെങ്കിലും ഇപ്പോൾ പാലൊക്കെ കുടിക്കുമ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് വൈറ്റമിൻ ഡി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഫുഡിൽ നിന്നും കിട്ടും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ സൺലൈറ്റിൽ നിന്ന് കിട്ടുന്നതും പിന്നെ ഈ ടാബ്ലറ്റ്സിൽ നിന്നും കിട്ടുന്നതും അതിലേലും കുറവായിരിക്കും സത്യത്തിൽ ഫുഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ ഏറ്റവും നല്ലത് ഒന്നെങ്കിൽ ടാബ്ലറ്റ് എടുക്കുക, ഇല്ലെങ്കിൽ നന്നായിട്ട് സൺലൈറ്റ് കൊള്ളുക. അപ്പം ഡോക്ടർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടർ പറയുന്നത് ടാബ്ലറ്റ് എടുക്കാനായിരിക്കും. കാരണം ഇപ്പോഴത്തെ ജനറേഷന് ഈ വൈറ്റമിൻ ഡി നന്നായിട്ട് കുറവാണ്. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഈ വീഡിയോ കാണുന്ന ഒരു 70% ആളുകൾക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇപ്പോൾ ഉണ്ട്. അപ്പം അത്രയുള്ള കാര്യം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.